ഹായ്, വെൽക്കം ബാക്ക് ടു റിന്യൂസ് വ്ളോഗ്. ഞാൻ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കസ്റ്റാർഡ് പൗഡറും ബ്രെഡും ഒക്കെ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള നല്ല അടിപൊളി ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. സ്ട്രോബെറി ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളൊരു പുഡിങ് തന്നെ ആയിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിതേ 10 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ 4 അരികളും കണ്ടില്ല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതേ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വിപ്പിംഗ് ക്രീം ഒഴിച്ചത് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. യെല്ലോ കളർ ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ വിപ്പിംഗ് ക്രീമിൽ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് വരാം. അതിനായിട്ട് ഞാനിതേ ഒരു ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ വിപ്പിംഗ് ക്രീം ലേശം ആഡ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് എല്ലാ അരികളും നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ കവർ ചെയ്യണം കേട്ടോ. നമ്മൾ അത് ബ്രെഡിൻ്റെ പുറത്ത് പോവാത്ത രീതിയിൽ തന്നെ നമ്മൾ നന്നായിട്ട് തന്നെ ഇത് കവർ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഞാനത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഒരു ബ്രെഡ് കൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അമർത്തി കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ല ഞാനും അതും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്രെഡ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ അതിനെ ഒന്ന് കവർ ചെയ്യാം. നല്ലപോലെ തന്നെ ഞാനത് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതുപോലെ എല്ലാം ഞാൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് ടീസ്പൂൺ വെച്ചിട്ടൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഈ നൈഫ് ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ നൈഫ് വെച്ച് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി യെല്ലോ കളറൊക്കെ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ നമുക്ക് സാധാ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് അത് ഇങ്ങനെ ചെയ്തെടുത്താലും മതി കേട്ടോ. അതും ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഇനി എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി ഞാനൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് ഏകദേശം 2 കൈയിലോളം മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ നന്നായിട്ട് കാച്ചി തണുപ്പിച്ചെടുത്ത മിൽക്കായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ബ്രെഡിൻ്റെ സ്ലൈസിനെ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഞാൻ ഈ സൈഡിലേക്കൊക്കെ ഞാൻ ബ്രെഡ് കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് തന്നെ ഫില്ലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ബ്രെഡ് നന്നായിട്ട് തന്നെ തിക്കായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടില്ല ഇതെല്ലാം ഇതുപോലെ ഞാൻ നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഞാനൊരു പാൻ എടുത്തിട്ട് ഞാനതിലേക്ക് കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഞാൻ സ്ട്രോബെറി ഫ്ലേവറിലുള്ളതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ഞാൻ ഏകദേശം 1/2 കപ്പ് കസ്റ്റാർഡ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ 1/2 കപ്പിന് ഏകദേശം 3 കപ്പ് മിൽക്ക് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി ഇതേ ഞാനിതിലേക്ക് 2 ടീസ്പൂണാണ് മിൽക്ക് പൗഡർ ഇട്ടിട്ടുള്ളത്. അതിലൊരു ടീസ്പൂൺ ഇട്ടപ്പോൾ അത് ക്യാമറ ഓഫായി പോയിട്ടുണ്ടായിരുന്നു, അത് കിട്ടിയിട്ടില്ല. പിന്നെ അതേ ഞാനിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡാണ് ഞാൻ ആഡാക്കി കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഒരു കസ്റ്റേർഡ് പൗഡർ വെച്ചിട്ട് ഒരു പുഡിങ് ഇതേപോലെ ബ്രെഡ് പുഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പഞ്ചസാര വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതേ ഞാനിത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഈ കസ്റ്റേർഡ് പൗഡറിനെ നന്നായിട്ട് തന്നെ കുറുക്കിയെടുക്കാം കേട്ടോ. നല്ല തിക്ക് ഫോമിലൊന്നും ഇത് നമ്മൾ കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊരു ലൂസിൽ തന്നെയാണ് നമ്മളിതൊന്ന് കുറുക്കിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇത് ഏകദേശം നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിതിനെ മാറ്റി വെക്കാം. അപ്പോൾ അതേ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ നിന്ന് ഇതിനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ. ഞാൻ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അതിന് നന്നായിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഈ കസ്റ്റാർഡ് പുഡിങ്ങിൻ്റെ ഇതിനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ അതെല്ലാം ഇതിലേക്ക് ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ നന്നായിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാതെ നമുക്കത് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് പറയുക, അവിടെ ഇവിടെ ഇങ്ങനെ കട്ടിപ്പായിട്ട് ഉണ്ടായിരിക്കും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒരേ ലെവലിലായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതേ ഫുള്ളും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സ്പാച്ചിൽ വെച്ചിട്ട് അത് നന്നായിട്ട് തന്നെ എല്ലായിടത്തും ഒരേ ലെവലിലാക്കാൻ വേണ്ടിയിട്ടൊന്ന് ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതേ എല്ലായിടത്തും ഞാൻ ഒരേ ലെവലിൽ തന്നെ ഇതിനെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതേ ഞാൻ ഇതിന് മുകളിലേക്ക് കുറച്ച് നട്ട്സാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ബദാം കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അതെല്ലാം നമുക്ക് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതേ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉറുമാമ്പഴമാണ് കട്ട് ചെയ്തിട്ട് അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ആ ഫ്രൂട്ട്സിനെ ഞാനിതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. നല്ല ഭംഗിയാണല്ലോ നമുക്കിതിങ്ങനെ കാണാൻ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഭംഗി പോലെ തന്നെ അത് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് പീസായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഞാനതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് തണുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഏകദേശം ഞാനൊരു 8 മണിക്കൂർ നേരം ഞാനത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ തലേ ദിവസം ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ കട്ട് ചെയ്ത പീസ് ഞങ്ങൾ കാണിച്ചു തരാം. കട്ട് ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ. അപ്പോൾ അതേ നന്നായിട്ട് കഴിക്കാനും കാണാനും ഒക്കെ ഭംഗിയുള്ളൊരു പുഡിങ്ങാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. അപ്പോൾ എത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.